കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. കൊലോസ്യ ലേഖനം 1:28 വാക്യമാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമേ നാം ചിന്തിക്കുന്നുള്ളൂ. ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കും. ഏതു മനുഷ്യനെ. പൗലോസിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല അവസ്ഥകളും ഇപ്പോൾ താൻ എന്തായിരിക്കുന്നെന്നും നാളെ തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ പദവികളും ഇത് കണ്ടുകൊണ്ട് വേണം നമുക്ക് ഈ ഭാഗം ചിന്തിക്കുവാൻ. തന്റെ ലേഖനങ്ങളിൽ പലപ്പോഴും താൻ എടുത്തു പറയുന്നുണ്ട്, വാട്ട് ഐ വാസ്, ഞാൻ ഇന്നലെ ആരായിരുന്നു, വാട്ട് ഐ ആം, ഞാനിപ്പോൾ എന്താകുന്നു, ഇപ്പോൾ ഞാൻ ആരായിരിക്കും. ഇനി താൻ വീണ്ടും പറയുന്നു, വാട്ട് ഐ ഷാൽ ബി, ഞാൻ ഇനി എന്താകും. ഒന്ന്, തന്റെ ഭൂതകാലവും, രണ്ട്, തന്റെ വർത്തമാനകാല ജീവിതവും, മൂന്ന്, തന്റെ ഭാവി കാലം, തന്റെ ഇന്നലകളിലെ ജീവിതം. താൻ തന്നെ പറയുന്നു, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്, നിഷ്ഠൂരനായിരുന്നു, കുലപാതകനായിരുന്നു, ഞാൻ വിശുദ്ധന്മാരെ പീഡിപ്പിച്ചു, ഈ മാർഗത്തെ നശിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ അറിയാതെ ചെയ്തുകൊണ്ട് ദൈവം എന്നോട് കരുണ കാണിച്ചു. അതായിരുന്നു പൗലോസിന്റെ ഇന്നലകൾ. ശൗൽ എന്ന് പറയുന്ന വ്യക്തി ഈ നസ്രയ മാർഗത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അത് പൗലോസിന്റെ ഇന്നലകളായിരുന്നു. താൻ തന്നെ പറയുന്നു, അറിയാതെ ചെയ്തതാകൊണ്ട് ദൈവം എന്നോട് കരുണ കാണിച്ചു, ആ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു. ക്രൈസ്തവ സഭയുടെ ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കൊല്ലുവാൻ പൗലോസിന്റെ അനുവാദം എന്ന പോലെ ശൗൽ അതിനുവേണ്ടി ആ കാര്യങ്ങൾ ക്രമീകരിച്ച് തന്റെ മരണം ഉറപ്പാക്കുവാൻ ഓടുകൂടെ പടയാളികളോടുകൂടെ അല്ലെങ്കിൽ നിഷ്ഠൂരന്മാരായ യഹൂദ മതപ്രമാണികളോട് കൂടെ നിന്ന് സ്തേഫാനോസിനെ കൊല്ലുന്നതിൽ തനിക്ക് ഒരു പങ്ക് ദൈവത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് വിടുവിക്കപ്പെട്ട ഈ ശൗൽ പിന്നത്തേതിൽ താൻ തന്നെ പറയുന്നു, ഇന്നലെ ഞാൻ നശിപ്പിക്കുവാൻ ശ്രമിച്ച സുവിശേഷത്തിന് ഇപ്പോൾ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി തീർന്നിരിക്കും. തിമോഥെയോസ് ലേഖനത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. ഇനി തന്റെ ചിന്ത, താൻ ഇനി എന്താകും. അവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, എനിക്ക് നീതിയുടെ കിരീടം, ഞാൻ അതിനായി കാത്തിരിക്കുന്നു. ഇടയശേഷം പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒരിക്കലും വൃഥാവാകാതെ വണ്ണം എനിക്ക് പ്രതിഫലമുണ്ട്. എനിക്ക് സ്വർഗത്തിൽ ഉത്തമമായ സമ്പത്തുണ്ട്. എന്നെ കാത്തിരിക്കുന്ന മഹാപ്രതിഫലമാണ്. കാരണം എന്റെ പൗരത്വ സ്വർഗത്തിലാണ്. തനിക്ക് നാളുകളിൽ തനിക്ക് എന്തെല്ലാം ഉണ്ടെന്ന് വെളിപ്പെട്ട് കിട്ടിയ പൗലോസ് നാളെ താൻ എന്തായി തീരുമെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടായി. കാരണം വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളുടെ കഷ്ടങ്ങൾ താൻ സാരമില്ലെന്ന് എണ്ണുന്നത്. ദൈവ തേജസ്സിൽ പ്രശംസിക്കുന്ന ഒരു അപ്പോസ്തലൻ. വീണ്ടും നാം ദൈവദിനം പഠിക്കുമ്പോൾ താൻ തന്നെ പറയുന്നു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവസ്നേഹത്തെ കുറിച്ച് താൻ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഉറച്ചിരിക്കുന്ന ഒരു അപ്പോസ്തലൻ. ജീവിതാവസാനം വരെ എന്നെ സൂക്ഷിക്കുവാൻ ശക്തനായ ഒരു ഉപനദി എന്നിലുണ്ടെന്ന് അറിയുന്ന ഒരു പൗലോസ്. ക്രൂശിൽ മാത്രം പ്രശംസിക്കുന്ന ഒരു ശുശ്രൂഷകൻ. തന്റെ മതത്തിലോ ജ്ഞാനത്തിലോ പാരമ്പര്യത്തിലോ ന്യായപ്രമാണത്തിലോ പൗരത്വത്തിലോ ഒന്നും പ്രശംസിക്കാതെ കർത്താവിൽ മാത്രം പ്രശംസിക്കുന്ന അപ്പോസ്തലൻ. ഇതാണ് പൗലോസിന്റെ ഇന്നലകൾ, ഇന്ന്, നാളെ. പ്രിയമുള്ളവരെ, നമുക്കിതുപോലെ ഒരു പൂർവ്വകാലം, നമുക്കൊരു വർത്തമാനകാലം, നമുക്ക് ഒരു ഭാവി കാലം. ഇന്നലകളിൽ നാം പാപികളായിരുന്നു. അവിടുന്ന് നമ്മുടെ പാപത്തിന് കടം കർത്താവ് ക്രൂശിൽ മൊത്തം കൊടുത്തു തീർത്ത് ഇന്ന് നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരായി തീർന്നിരിക്കും. നാം വിശുദ്ധന്മാരായി തീർന്നിരിക്കും. നാം നീതിമാന്മാരായി തീർന്നിരിക്കും. നാം ക്രിസ്തു യേശുവിനോട് കൂട്ടാവകാശികളായി തീർന്നിരിക്കും. നാം കർത്താവിന്റെ മക്കളായി തീർന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ഭാവി കാലം ഓർത്ത് പ്രശംസിക്കുവാൻ വകയുണ്ട്. അതെന്താണ് വെളിപ്പെടാനുള്ളത്? അത് തേജസ്സിന്റെ നിത്യകരമാണ്. അത് സ്വർഗത്തിൽ നമുക്കൊരു ഭവനമുള്ളതാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള ഉത്തമ ഉറപ്പാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള ആ വലിയ ഉറപ്പ് നമ്മുടെ ഭാവികാല പ്രതീക്ഷകളിലേക്ക് നമ്മെ കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ഇവിടെ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം വ്യക്തി ഏതാണെന്നുള്ള വിഷയമല്ല. ഏത് വ്യക്തി. ഇപ്പോൾ ശൗലിനെ പൗലോസ് ആക്കി തീർത്തു. ശൗൽ എന്ന വാക്കിന്റെ അർത്ഥം വലിയവൻ, പക്ഷെ പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം കുറഞ്ഞവൻ. എന്ത് വലിയ മാറ്റമാണ് ശൗലിനെ പൗലോസ് ആക്കി. ദൈവസഭയെ നശിപ്പിക്കുവാൻ അധികാരപത്രമുള്ളവൻ ഇപ്പോൾ അധികാരപത്രമില്ല, മറ്റ് സ്ഥാനമാനങ്ങളില്ല, പദവികളില്ല, ഒന്നുമില്ല. താൻ തന്നെ പറയുന്നു, അകാലപ്രത പോലുള്ള എന്നെ ഇപ്പോൾ ആ സുവിശേഷത്തിന്റെ അപ്പോസ്തലനാക്കി മാറ്റിയിരിക്കുന്ന ഒരു വലിയ മാറ്റം. പഴയ നിയമത്തിൽ നാം നോക്കിയാൽ യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി. അപ്രകാരമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി ദൈവം മാറ്റി. ശിമോനെ പത്രോസാക്കി തീർത്തത് ഇതാണ്. പ്രിയമുള്ളവരെ, അത്യധികമായ ദൈവത്തിന്റെ പദ്ധതി നമ്മളെ മാറ്റുവാൻ, നമ്മുടെ ഉള്ളിലും അപ്രകാരം ഒരു വലിയ മാറ്റത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധമാവാണ്. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിച്ചുകൊണ്ട് കർത്താവ് വലിയ നിങ്ങളിൽ ചെയ്യുന്നു. അത് നിങ്ങളിൽ കൂടി ലോകത്തിന് വെളിപ്പെടുത്തും. അത് സ്നേഹമായും ദയയായും ദീർഘക്ഷമയായും കരുണയായും മനസ്സിലുമായും താഴ്മയായും ആ ക്രിസ്തുവിന്റെ മനസ്സ് വെളിപ്പെടുത്തും. നിങ്ങൾ ആരെയും പെട്ടെന്ന് വിധിക്കരുത്. അവൻ മാറത്തില്ല, ഒരിക്കലും മാറ്റത്തിന് വിധേയമാകത്തില്ല, മാനസാന്തരപ്പെടുകയില്ല, രക്ഷപ്പെടുകയില്ല. നിങ്ങൾ ഒരാളെ കുറ്റം വിധിച്ച് അന്തിമ വിധി കൽപ്പിക്കരുത്. കാരണം ഏതു വ്യക്തിയുടെയും ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഈ കർത്താവ് നമ്മളെ ജീവിപ്പിക്കുവാൻ ശക്തനായാണ്. നമ്മുടെ പ്രാകൃതമായ ജീവിതാവസ്ഥകളെ മാറ്റി ക്രിസ്തുവിന് തുല്യം, ക്രിസ്തുവിന്റെ പ്രായത്തിന് സമ്പൂർണമായ ആ ഒരു പക്വതയിലേക്ക്, പുരുഷത്വത്തിലേക്ക്, അളവിലേക്ക് നമ്മളെ നയിക്കുവാൻ കർത്താവിനെ കൊണ്ട് കഴിയും. ഇവിടെ പൗലോസ് തന്റെ സ്വന്തം അനുഭവത്തിൽ താൻ രേഖപ്പെടുത്തുന്നു,
ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കും. എൻഡ് ഓഫ് ദ ഡേയിൽ, അവസാന ദിവസം നമ്മയും ക്രിസ്തുവിനെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന പോലെ, നിങ്ങൾ ആരാണ്, ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പോലെ നിങ്ങളുടെ ഭാവത്തെ, രൂപത്തെ, ആകൃതിയെ, പ്രകൃതിയെ, ചിന്താഗതികളെ, മനോനിർണയങ്ങളെ, ശൈലിയെ എല്ലാം രൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തുവാൻ, സമൂലമായി നിങ്ങളെ മാറ്റുവാൻ കർത്താവിന് കഴിയും. ഒരിക്കൽ കൂടെ അതിന് പറയുന്നു, ഏത് മനുഷ്യനെയും കർത്താവിൽ തികഞ്ഞവനാക്കും. ഗോഡ് ബ്ലെസ് യു.